അൽഹംദുലില്ലാഹ് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസമാകുന്ന പവിത്ര മാസം മഗ്‌രിബ് വാങ്കോടെ പിറ കണ്ടാൽ കയറി വരും. ആ പരിശുദ്ധ മാസത്തെ സ്വീകരിക്കാതിരിക്കുന്ന നമ്മൾ നിർബന്ധമായും പ്രിയപ്പെട്ടവരെ എന്തൊക്കെ ചെയ്യണം, ചൊല്ലണം എന്നതിനെക്കുറിച്ച് നമ്മൾ ചെറിയ ഹ്രസ്വമായ രീതിയിൽ പഠിക്കാൻ പോവുക. ഈ കൊല്ലത്തെ ഒരു നന്മയും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അറിയാത്തത് കൊണ്ട് മുഹറം മാസത്തിൻ്റെ ഒരു ശ്രേഷ്ഠതയും നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത്? ഈ മാസത്തിൻ്റെ പ്രത്യേകത എന്താ? നമുക്ക് അള്ളാഹിന് ഇഷ്ടപ്പെട്ട ആളായി ഈ ഒരു വർഷത്തിൽ മാറാൻ എന്തൊക്കെ കാര്യങ്ങൾ നിർബന്ധമായി ശ്രദ്ധിച്ചു കൊടുക്കണം, എന്തൊക്കെ ഓതണം? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഒരു ലോക ആഫിയത്തും ബറക്കത്തും സലാമത്തും നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവിൻ്റെ ഇഷ്ടക്കാരിൽ അല്ലാഹ് നമ്മളെ പെടുത്തട്ടെ. നമ്മുടെ രോഗം, പ്രയാസം, കടങ്ങൾ, വിഷമങ്ങൾ എല്ലാം അല്ലാഹു നീക്കിത്തരട്ടെ. പ്രത്യേകിച്ച് അൻവാർ ഫജൻ്റെ കുടുംബം കമൻറ്റിൽ വന്ന് സന്തോഷം പറയുന്ന, ദുആ ചെയ്യണമെന്ന് പറയുന്ന, ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിനീതിന് പ്രവർത്തകർക്ക്, ഈ കുടുംബത്തിന് വേണ്ടി ഒരുപാട് ഉമ്മമാർ, ഉപ്പമാർ, സഹോദര സഹോദരിമാർ എല്ലാവർക്കും റഹ്മാനായ റബ്ബേ നീ ബറക്കത്തും ഖൈറും ഏറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ മരിച്ചുപോയവർക്ക് നീ ജന്നത്ത് കൊടുക്കണേ റബ്ബേ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ് പ്രിയപ്പെട്ടവരെ, മുഹറം മാസത്തിൻ്റെ പോരിശയാക്കപ്പെട്ട ആദ്യ രാവ് ഒരുപക്ഷെ ഇന്നത്തെ മഗ്‌രിബോടെ കയറി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ കയറി വന്നാൽ നമുക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യം വലിയ സൗഭാഗ്യമാണ്. ഒന്ന്, അള്ളാഹു നമ്മുടെ ആയുസ്സുള്ള വർധനവ്. കാരണം പുതിയൊരു ആയുസ്സിലേക്ക്, വർഷത്തിലേക്ക് നമുക്ക് ശ്വാസം കൊണ്ടുപോകാൻ കഴിഞ്ഞല്ലോ. അതിനു മുമ്പ് മരിച്ചുപോയ ആളുകൾ എത്രയാണ്? എത്രയോ ആളുകൾ മരിച്ചുപോയി. ഇതിൻ്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് വരെ മരിച്ചു പോകുന്ന ആളുകൾ ഒട്ടനവധി ഉണ്ടാവും. പുതിയ വയസ്സിലേക്ക് കിടക്കാൻ പറ്റിയില്ല, അവർക്ക് അത്രേ വയസ്സുണ്ടായുള്ളൂ. അങ്ങനെയാണല്ലോ. അപ്പോൾ സന്തോഷത്തോടുകൂടെ ഈ പോരിശയാക്കപ്പെട്ട മുഹറം മാസത്തിനെ സ്വീകരിക്കാൻ നമ്മൾ മാനസിക ശാരീരിക ഒരുക്കം നടത്തണം. എന്തൊക്കെ ഒരുക്കം നടത്തേണ്ടത് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ക്ലാസ് കേട്ട് നോക്കണം. ഒന്നും മിസ്സാകാൻ പാടില്ല. ഒന്നും മിസ്സായാൽ നമ്മുടെ ഈ വർഷത്തെ, പുതിയ വർഷത്തിൻ്റെ ലൈഫിൻ്റെ ഒരു വലിയ ഭാഗം തന്നെ കഴിഞ്ഞു പോകും. അതുകൊണ്ടാണ് പറയുന്നത്, ഒന്നും നഷ്ടപ്പെടരുത്. പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഹദീത്ത് രണ്ടും നല്ല പവറോടുകൂടെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള പരിശുദ്ധ മാസമാണ് ഏത്? മുഹറം മാസം. അള്ളാഹുവിൻ്റെ പരിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ, സയ്യിദ് ശുഹൂർ, മാസങ്ങളുടെ ലീഡറാണ് റമദാൻ. റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മഹത്വമുള്ള മാസം ഏതാ? ഒരു തർക്കത്തിലേക്കും പോകണ്ട. ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാൻ്റെ മാസമായ മുഹറമാണ്. വലിയ ബഹുമാനമാണ്, വലിയ ബഹുമാനമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. പേര് കണ്ടില്ലേ, മുഹറം. ആദരിക്കപ്പെട്ടത്, ബഹുമാനിക്കപ്പെടേണ്ടത് ആരാ? അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ റെസ്പെക്റ്റ്, ബഹുമാനം കൊടുത്തു. അപ്പോൾ നമ്മൾ ബഹുമാനത്തോടെ കാണേണ്ട വലിയ മഹത്വമുള്ളത് എന്നാണ്. പേര് തന്നെ അങ്ങനെയാണ്. ആലോചിച്ച് നോക്കി അപ്പോൾ അതിൻ്റെ മഹത്വം. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഈ ഒരു അസുലഭ നിമിഷം അത് കൃത്യമായിട്ട് വിനിയോഗിക്കണം. ഈ ഒരു വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ യഥാർത്ഥത്തിൽ നടക്കുന്നതെന്നറിയോ? നമ്മൾ വിചാരിച്ച് ജീവിതത്തിലേക്ക് ഒന്നുകൂടെ അടുത്തു എന്നാണ്. അല്ല, നമ്മൾ മരണത്തിലേക്ക് ഒരു വർഷം കൂടെ അടുത്തു, ഒരു കൊല്ലം കൂടെ മരണത്തിലേക്ക് നമ്മൾ അടുത്തു. ഈ ഒരു ചിന്താഗതിയോട് കൂടെയാകണം പ്രിയപ്പെട്ടവരെ ഇതിനെ നമ്മൾ സ്വീകരിക്കേണ്ടത്. ഒരു വർഷം നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ, വേണ്ട ഒരു മാസം നമ്മിൽ നിന്ന് വിട പറഞ്ഞ് അടുത്ത മാസത്തിലേക്ക് വരുമ്പോൾ, വേണ്ട ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ, വേണ്ട ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, മഹാനായ ഇമാം ഗസാലി റഹ്മഹുല്ല തങ്ങൾ സ്വല്ലൂ സ്വലാത്ത മുവദ്ദ, നിങ്ങൾ നിസ്കരിക്കാൻ നിന്നാൽ അത് മരിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള നിസ്കാരമാണെന്ന് കരുതിയിട്ടേ നിസ്കരിക്കാവൂ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഗസാലി റഹ്മഹുല്ല തങ്ങൾ ഇടപെട്ട് സംസാരിച്ചിട്ടില്ലേ? ഒരു പുതിയ ദിവസത്തിലേക്ക് നമ്മൾ വരുമ്പോൾ തീർച്ചയായും വിശ്വാസികളുടെ കൺസെപ്റ്റ്, അവരുടെ ചിന്ത എന്താകണമെന്നറിയോ? അല്ലാഹുവേ, ഈ പുതിയ ദിവസത്തിലേക്ക് ഞങ്ങൾ വന്നു, ഈ ദിവസം ഞങ്ങളുടെ ആഖിറുൽ യൗമാകാം, അവസാനത്തെ ദിവസമാകാം, ഈ ദിവസം ഞങ്ങൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്ന് കരുതണം. ഒരു വാക്ക് പറയുമ്പോൾ അല്ലാഹുവേ, ഈ വാക്കിൻ്റെ അവസാനത്തെ വാക്കാകാം, അടുത്ത ഇനിയൊരു വാക്ക് പറയാൻ എനിക്ക് പറ്റില്ല എന്ന് വരാം. ഇത് ചിന്തിക്കണം എന്നാണ് പറയുന്നത്. എല്ലാറ്റിലും ഇത് വേണം, എല്ലാറ്റിലും ഇത് വേണം. നമ്മുടെ ഓരോ ചലനങ്ങളിലും അല്ലാഹു ഇത് അവസാനത്തെ ചലനാകാം, നിസ്കാരം ഇത് അവസാനത്തെ നിസ്കാരമാകാം. അടുത്ത വക്കത്തിൽ ഒരുപക്ഷെ എനിക്ക് നിസ്കരിക്കാൻ പറ്റാതെ എൻ്റെ മേൽ നിസ്കരിക്കുന്ന മയ്യിത്ത് നിസ്കാരം ഞാൻ മരിച്ചു പോയിട്ട് വരാൻ സാധ്യതയുണ്ടല്ലോ റബ്ബേ. എത്രയോ മരണങ്ങൾ നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്കി, അതിലൊരാളായിട്ട് ഞാനും മാറാമല്ലോ റബ്ബേ. അല്ലാഹുവേ, ഈ പുതിയ വർഷം എൻ്റെ ജീവിതത്തിൽ അവസാനത്തെ വർഷമാകാം എന്ന് കരുതണമെന്നാണ് മഹത്തുക്കളായ ഉലമാക്കൾ ഹദീസുകൾ വെച്ചിട്ട് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ
നമ്മുടെ ജീവിതത്തിൽ ഇത് ഏറ്റവും വലിയ ലാഭകരമായൊരു മുഹൂർത്തമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഈ പരിശുദ്ധമായ മുഹറം മാസത്തെ സ്വീകരിക്കാൻ. ആ ഒരു മാനസിക തയ്യാറെടുപ്പ് നിർബന്ധമായിട്ട് നമുക്ക് വേണം. അപ്പോൾ ആദരവോടെ ബഹുമാനത്തോടെ ചെറിയൊരു മനസ്സ് കൊടുത്താൽ ഈ ഒരു ആയുസ്സിലെ ഇനി വരുന്ന ന്യൂ ഇയർ എന്ന് പറയാം മുഹറം, ഈ ഒരു പരിശുദ്ധമായ മാസം നമുക്ക് വിജയകരമാക്കിയെടുക്കാം. അതിനെന്താ ചെയ്യേണ്ടത്? പിറ കണ്ടു എന്ന് ബോധ്യപ്പെട്ടാൽ സഡൻ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? അള്ളാഹുവിനോട് നന്ദി ബോധിപ്പിച്ചുകൊണ്ട് ആ മാസത്തെ ഇങ്ങോട്ട് സ്വീകരിക്കണം. അള്ളാഹുവിൻ്റെ വിരുന്നുകാരനാണ് മുഹറം, ഷെഹറുല്ലാ, അള്ളാഹുവിൻ്റെ മാസ. അതാ വരാൻ പോകുന്നത്, അള്ളാൻ്റെ ആളാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു മന്ത്രിയുടെ ആളാണ്, നമ്മുടെ പാർട്ടിയുടെ ആളാണ്, നമ്മുടെ കുടുംബത്തിലെ ആളാണ്, വലിയ ആളാണ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രത്യേക ഒരുക്കം, ഇന്ന ആൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു തിരക്കൊക്കെ കാണിക്കും. ആ ഒരുക്കം പോലെ അല്ല ഇത് ആരുടെ ആളാണ്? ഇത് നമ്മുടെ LDF UDF പാർട്ടിയുടെ ആളല്ല, പിന്നെ ഷെഹറുള്ള അള്ളാൻ്റെ ആളാണ്, അതാ വരാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ, മനസ്സിൽ, കുടുംബത്തിലൊക്കെ ഉണ്ടാകണം. അതിനങ്ങനെ തന്നെ ബഹുമാനത്തോടെ ആ അള്ളാൻ്റെ വിരുന്നുകാരനെ സ്വീകരിച്ചു നോക്കിയ പ്രിയപ്പെട്ടവരെ, നമുക്കനുകൂലമായി ഗുണങ്ങൾ തന്നിട്ടേ പോകുള്ളൂ. മുഹറം മാസം അള്ളാൻ്റെ മാസമാണ്. അതുകൊണ്ട് ബഹുമാനത്തോടെ തന്നെ സ്വീകരിക്കണം. അതിനെന്താ വേണ്ടത്? ഈ മാസത്തെ സ്വീകരിച്ചുകൊണ്ടൊരു പരിശുദ്ധമായ ദുആ കൊണ്ട് തുടങ്ങാൻ പറഞ്ഞു പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പിറ കണ്ടു എന്ന് നാളെ ബോധ്യപ്പെട്ടാൽ ഉടൻ ഈ ഒരു ദുആ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങണം. ഏതാണ് ആ ദുആ? ആ ദുആ ഇപ്രകാരമാണ്: അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വ റബ്ബുകല്ലാഹ് ഹിലാലു റുസ്ദിൻ വഖൈർ ആമൻതു ബില്ലാഹില്ലദി ഖലഖക് ആമൻതു ബില്ലാഹില്ലദി ഖലഖക് ആമൻതു ബില്ലാഹില്ലദി ഖലഖക് അൽഹംദുലില്ലാഹില്ലദി ദഹബ ബിശഹരി ദിൽ ഹിജ്ജ വജാഅ ബിശഹരി മുഹറം. അൽഹംദുലില്ലാഹ്. ഇത് വല്ലാത്തൊരു നന്ദിയുടെ വാക്കാണ്. ഈ ദുആ ചെയ്യുന്നവർക്ക് ഈ ഒരു വർഷക്കാലം, ഈ ഒരു മാസക്കാലം മുഴുവനും സലാമത്തും ഈമാനും ബറക്കത്തും ഉറപ്പാണ്. തെറ്റിലേക്ക് പോകാൻ തോന്നില്ല, ഒരു തിന്മ കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിക്കാൻ തോന്നില്ല, ഒരു തെറ്റ് കേൾക്കാൻ തോന്നില്ല, ഒന്നും ഉണ്ടാകില്ല. റുസ്തിൻ്റെ മാർഗ്ഗം അള്ളാഹു തുറന്നു നൽകും. ഈ ഒരു മാസത്തിൽ മരിച്ചപ്പോൾ ഒരു സ്വർഗത്തിൽ പോകാം. കാരണം ഈമാൻ സലാമത്താണ്, പ്രൊട്ടക്റ്റഡാണ്. എല്ലാവിധ ഒരു അപകടത്തിലോ രോഗത്തിലോ നമ്മൾ പെടില്ല. പ്രൊട്ടക്ഷൻ അള്ളാൻ്റെ നമുക്ക് ഇറക്കിത്തരും. എന്തുകൊണ്ട്? നമ്മൾ ഈ ദുആയിൽ അതാണ് പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല അള്ളാഹു ഈ ചെയ്ത നിഅമത്ത് മുഹറം മാസത്തിലേക്ക് കൊണ്ടുവന്നതിന്, പുതിയ വർഷത്തിലേക്ക് കൊണ്ടുവന്നതിന് അള്ളാഹുവിനോട് നന്ദി പറഞ്ഞു, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അള്ളാഹു ലഇൻ ശകർതും ലഅസീദന്നകും, അള്ളാഹു വാരിക്കോരിത്തരും എന്ന് ഖുർആൻ. ആലോചിച്ച് നോക്കിയേ, ഈ നിഅമത്തിന് നന്ദി പറഞ്ഞാൽ, ഈ ഒരു വയസ്സിലേക്ക് ഞങ്ങളെ ചേർത്തിയതിന് അള്ളാഹിനോട് നന്ദി പറയുമ്പോൾ അള്ളാഹു ഈ ഒരു വയസ്സിൻ്റെ, ആയുസ്സിൻ്റെ, വർഷത്തിൻ്റെ എല്ലാ ഖൈറും വാരിക്കോരിത്തരും. അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത് അതിനുശേഷം സൂറത്തുൽ മുൽക്ക് പാരായണം പറഞ്ഞല്ലോ നമ്മൾ. സൂറത്തുൽ തബാറക്കല്ലദീ ബിയദിൽ മുൽക്ക്, ആ സൂറത്ത് ഒരു വട്ടം പാരായണം ചെയ്യണം. സുന്നത്താണ് ആദ്യ രാവിൽ എന്നുള്ള നിയ്യത്തിൽ തന്നെ പാരായണം ചെയ്യണം. അതിനുശേഷം പ്രിയപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് പരിശുദ്ധമായ ഈ ആദ്യത്തെ രാവിൽ നമ്മൾ പ്രത്യേകം ചെയ്യേണ്ട ഒരു ദുആയാണ്. ഈ ഒരു ദുആ മനസ്സറിഞ്ഞ് നമ്മൾ പ്രിയപ്പെട്ടവരെ എല്ലാവരും ചൊല്ലണം, എല്ലാവരും ഓതണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ അൻതൽ അബദിയുൽ ഖദീമുൽ അവ്വൽ വഅലാ ഫദ്ലിക്കൽ അളീം വജൂദിക വകറമിക്കൽ മുഅവ്വൽ. وهذا عام جديد قد أقبل أسألك العصمة فيه من الشيطان وأوليائه والعون على هذه النفس الأمارة بالسوء والاستغال بما يقربني إليك زلفا. ഇതാണ് ആ ദിക്ർ, ഇതാണ് ആ ദുആ. എന്താ ഇതിൽ പറയുന്നത്? ബിസ്മിയും പരിശുദ്ധമായ സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് നമ്മൾ തുടങ്ങുകയാണ്. അല്ലാഹു അന്തൽ അബദിയുൽ ഖദീമുൽ അവ്വൽ, അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും, അള്ളാഹു വലിയ മഹത്വമുള്ളവനാണ്, അവൻ ആദ്യമേ ഉള്ളവനാണ്, എല്ലാറ്റിൻ്റെയും തുടക്കം അവനാണ്, അവൻ ജൂദ് കറമുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിനെ ഏറ്റവും പുകഴ്ത്തി നമ്മൾ പറയാം, അള്ളാഹിനെ വർണ്ണിച്ചു പറയാൻ. എന്നിട്ട് ഹാദാ ആമുൻ ജദീദുൻ ഖദ് അഖ്ബൽ, അള്ളാഹുവേ ഇതൊരു പുതിയ വർഷമാണ്, ന്യൂ ഇയർ ആണ് ഈ മുന്നിട്ട് വന്നിരിക്കുന്നത്. അസ്അലുക്കൽ ഇസ്മത ഫീഹി മിനശ് ശൈത്വാനി ഔലിയായി, അതുകൊണ്ട് തന്നെ ശൈത്വാൻ അവൻ്റെ പട്ടാളക്കാർ, അവൻ്റെ ശൈത്വാൻ്റെ ഇഷ്ടക്കാർ, അത് മനുഷ്യരിൽപ്പെട്ടവർ, ജിന്നുവർഗത്തിൽപ്പെട്ടത് ആരും ആയിക്കോട്ടെ, പിശാജിൻ്റെ ആളുകളും, അവരിൽ നിന്നെല്ലാം നിന്നോട് ഞാൻ ഇസ്മത്ത്, കാവൽ ചോദിക്കാൻ, സുരക്ഷിതത്വം, രക്ഷ ചോദിക്കുകയാണ്. എൻ്റെ സ്വന്തം മനസ്സിൻ്റെ മോശപ്പെട്ട താല്പര്യങ്ങളുണ്ടല്ലോ,
ഓരോരുത്തരുടെയും മനസ്സിന് മോശപ്പെട്ട തെറ്റുകളോട് താല്പര്യം, ചാബല്യം വരും. ആ താല്പര്യത്തെ തൊട്ടും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ്. എന്നിട്ടോ നിന്നിലേക്ക് അടുക്കാനും നന്മ ചെയ്യാനുമുള്ള ഒരു വലിയ അള്ളാഹുവേ അതിനുള്ള തൗഫീക്ക് നിന്നോട് ഞാൻ ചോദിക്കുകയാണ്. ഖൈറുകൾ ചെയ്യാനുള്ള തൗഫീക്ക് നിന്നോട് ഞാൻ ചോദിക്കുകയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം നോമ്പുകാരാകാൻ നമുക്ക് കഴിയുമെങ്കിൽ നല്ലൊരു കാര്യമാണ്. ദുൽഹിജ്ജയുടെ ലാസ്റ്റ് നോമ്പ്, മുഹറത്തിൻ്റെ ഫസ്റ്റ് നോമ്പ്, ഈ 2 നോമ്പ് കൂടെ സമ്മേളിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജഅലല്ലാഹു ലഹു കഫാറത്തൻ 50 സന, 50 കൊല്ലത്തെ പാപം പൊറുക്കും. ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിയുമെങ്കിൽ അതൊക്കെ നല്ലതാണ്. മുഹറം മാസം ഒരു വയസ്സിൻ്റെ പുതിയ ന്യൂ ഇയർ, ആദ്യ വർഷത്തിൻ്റെ ഫസ്റ്റ് 1 ദിവസം, ആദ്യ ദിവസം നോമ്പ്, അള്ളാഹ്ക്ക് വേണ്ടി നോമ്പ് പിടിച്ചുകൊണ്ട് തുടങ്ങാം. അത് ഭയങ്കരമായ ശുഭലക്ഷണമാണ്. അത് നമ്മുടെ ഈ വയസ്സ് മുഴുവനും ബറക്കത്താകാൻ ഒരു കാരണമാകും, ഖൈറാകാൻ കാരണമാകും. അതൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആയത്തുൽ കുർസി 360 ബിസ്മിയോടുകൂടെ 360 ആയത്തുൽ കുർസി ഓതാൻ വേണ്ടി ശ്രമിക്കുക. അശുദ്ധിയുള്ള സഹോദരിമാരാണെങ്കിൽ ഒരു കാവലിന് വേണ്ടിയിട്ട് വർഷത്തിൻ്റെ തുടക്കത്തിൽ ചെയ്യേണ്ട ഒരു ദിക്ർ എന്നുള്ള നിയത്തിൽ അവർക്കും വേണമെങ്കിൽ ഓതാവുന്നതാണ്. അല്ലെങ്കിൽ അവർക്ക് ആ സമയത്ത് ഓതാൻ പറ്റിയില്ലെങ്കിൽ അവരെപ്പോഴാണ് ശുദ്ധിയാകുന്നത് മുഹറം മാസത്തിൽ, അപ്പോൾ അത് വീട്ടിൽ അവർക്ക് ഓതാം, ഒരു കുഴപ്പമില്ല. ഇനി തീരെ വയ്യാത്തവരോ പ്രയാസപ്പെടുന്നവരാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഒരു 11 ആയത്ത് കുറിച്ചെങ്കിലും ഓതിയിട്ട് നമ്മൾ ബിസ്മിയോടുകൂടെ 11 ഓതുക. എന്നിട്ട് അള്ളാഹുവിനോട് ഈ ശേഷം പറയാൻ പോകുന്ന ഈ ഒരു ദുആ ഉണ്ടല്ലോ, അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാൽ ഹവ്വിൽ ഹാലി ഇലാ അഹ്സനിൽ അഹ്വാൽ ബിഹൗലിക വഖുവതിക യാ അസീസു യാ മുതആൽ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഈ ദുആ നമ്മൾ മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ദ്വാരക്കുക. അൽഹംദുലില്ലാഹ്, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഖൈറുകൾ, നമ്മുടെ അവസ്ഥകളൊക്കെ നന്നാക്കി തരും. ശാരീരിക ബുദ്ധിമുട്ട്, മാനസിക ബുദ്ധിമുട്ട്, സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബത്തിൽ പ്രശ്നം, മക്കളുടെ കാര്യം, എന്ത് കാര്യത്തിലും നമ്മൾ ടെൻഷനായിട്ടുണ്ടോ അത് അള്ളാഹു മാറ്റിയിട്ട് അഹ്സനുൽ ഹാൽ, ഏറ്റവും നല്ല അവസ്ഥ, ഒരു മൂഡ് അള്ളാഹു നൽകും. അങ്ങനെ ആക്റ്റീവ് ആകും നമ്മൾ. ഇനി മറ്റൊരു കാര്യമാണ് 113 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിർബന്ധമായും നമ്മൾ അത് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. അതെങ്ങനെ എഴുതണം, എപ്പോൾ എഴുതണം, എത്രയാണ് എഴുതേണ്ടത്, അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നമുക്ക് ഉടൻ പറയാനുണ്ട്. അൽഹംദുലില്ലാഹ്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് 113 വട്ടം നമ്മൾ കൃത്യമായിട്ട് എഴുതി വെക്കണം. പിന്നെ പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ആശംസകൾ നേരുന്നതിന് വിരോധമുണ്ടോ? പലരും ചോദിച്ചിട്ടുണ്ട്. ആശംസകൾ അനുവദനീയമാണ്. ഫുഖഹാക്കളുടെ ഒരു അഭിപ്രായം പറയാം, ആശംസകൾ അനുവദനീയമാണ്. അത് കുല്ലു ആമിൻ വ അൻതും ബി ഖൈർ, നിങ്ങൾക്ക് എല്ലാ വർഷവും ഖൈറിലാക്കി തരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആശംസകൾ നേരാം. അതൊക്കെ അനുവദനീയമാക്കപ്പെട്ട കാര്യമാണ്. നല്ല നിയ്യത്താണെങ്കിൽ അതൊക്കെ പുണ്യമാണ്. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മളൊന്ന് ഒരുങ്ങുക. അല്ലാഹുവേ, പുതിയ ആയുസ്സിലേക്ക് നീ എനിക്ക് അഡ്മിഷൻ തന്നു. ഈ ഒരു വർഷം, ഈ മുഹറം മുതൽ അടുത്ത മുഹറം വരെ, അതിനിടയിലുള്ള സമയത്ത് ഈ കൊല്ലമാണോ എൻ്റെ മരണം, എനിക്കറിഞ്ഞൂടാ. അതുകൊണ്ട് ഈ ജീവിതത്തിൽ വന്നുപോയി എല്ലാ തെറ്റുകളും മാപ്പ് ചെയ്ത് എൻ്റെ ഒരു നല്ല മുസ്ലിമാക്കി എന്നെ ഒന്ന് മാറ്റിത്തരണേ അല്ലാ. ഞാൻ തെറ്റിലേക്കൊന്നും പോകുന്നില്ല അല്ലാഹുവേ. ഇനി ഈ കൊല്ലം മരിക്കേണ്ടവരിൽ എൻ്റെ പേരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി ഞാൻ അബദ്ധത്തിൽ പെടില്ല എന്ന് കരുതി ഒരു ന്യൂ ജീവിതം, ന്യൂ ലൈഫ്, അത് തീർച്ചയായും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് ചുമ്മാ അങ്ങനെ കയറ് കെട്ടി ഇറങ്ങുമൊന്നുമില്ല, നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്യണം. ഒരു നല്ല ജീവിതത്തിന് വേണ്ടിയുള്ള കാൽവെപ്പ്, അങ്ങനെ നല്ലയാളായി ജീവിക്കണം. നമ്മുടെ വാക്കുകൊണ്ട് ഒരാൾക്ക് വേദനയില്ല, നമ്മുടെ നോക്കുകൊണ്ട് വേദനയില്ല, നമ്മുടെ കേൾവി കൊണ്ട് വേദന. നമ്മൾ വേറൊരാളുടെ കുറ്റം പറയുന്നത് കേട്ടുകൊടുക്കുക, അത് മറ്റൊരാൾക്ക് വേദനയാണ്. ഒന്നുകൊണ്ട് ഒരാളെയും പ്രയാസപ്പെടുത്താതെ, മറ്റൊരാളെ ഉപദ്രവിക്കാതെ ജീവിച്ചു പോയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അവനാണ് ഏറ്റവും വലിയ മഹാൻ. ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും വലിയ മഹാനാരെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. മറ്റൊരാളെക്കുറിച്ചൊന്നും പറയാനോ കേൾക്കാനോ ഒന്നും പോകുന്നില്ല, ഒരാളെയും ബുദ്ധിമുട്ടിക്കില്ല. അവൻ ഏറ്റവും വലിയ ആളാണ്, അള്ളാഹിൻ്റെ മുന്നിൽ ഏറ്റവും വലിയ ആളാണ്. അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ജീവിതമാകട്ടെ നമ്മുടെ ജീവിതം. നമ്മുടെ മനസ്സ് നല്ല ബ്ലാങ്ക് ആവുക, ഒരു ദുർചിന്തകളില്ല, അഹങ്കാരമില്ല, കിബറില്ല, അസൂയയില്ല, പകയില്ല, ഒന്നുമില്ല. ഫ്രീ മൈൻഡ്, നല്ല മനസ്സ്. ആ ഒരു തെളിമ നമ്മുടെ മനസ്സിലുണ്ടാകണം. അതിനുള്ള മാർഗങ്ങൾ ഇക്കൊല്ലമെങ്കിലും അള്ളാഹ് ആയുസ് തന്നിട്ടുണ്ടല്ലോ, ഇക്കൊല്ലമെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ഒരുങ്ങണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളുമായുള്ള കണക്ഷൻ നിർബന്ധമാണ്. മനസ്സ് നന്നാകാൻ, കൽബ് നന്നാകാനുള്ള മാർഗ്ഗങ്ങൾ പറഞ്ഞപ്പോൾ നിർബന്ധമായി നമ്മൾ സ്വീകരിക്കേണ്ട മാർഗം അത് മുജാലിസാത്തു സ്വാലിഹീൻ അൽ ഫുദ്ദല, നല്ല മഹാന്മാരുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധം, അവരുടെ മജ്ലിസിൽ പോയിരിക്കുക, അവരുമായിട്ടുള്ളൊരു കണക്ഷൻ, അത് ഹൈറായിരിക്കും.
എനിക്ക് നല്ല ഒരാളുമായി, ഒരു സ്വാലിഹായ മനുഷ്യനുമായി, ഒരു വലിയ നല്ല സൂക്ഷ്മതയുള്ള ആലിമുമായി, മഹാനുമായി ഒരു ബന്ധമുണ്ട് എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അങ്ങനെയുള്ള മഹത്തുക്കളോട് പരമാവധി കണക്ഷൻ ഉണ്ടാക്കുക. പിന്നെ നന്നാകുന്നുള്ള കാര്യം ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. ശ്രദ്ധിച്ചു കൊടുക്കണം. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഹിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.